പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ടാവും. അവർക്ക് ഡിഗ്രി പി ജിയൊക്കെ ചെയ്യണമെന്നൊരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരത് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അവർ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതണ്ടേ എന്നുള്ള ഒരു തരത്തിലുള്ള മടി അല്ലെങ്കിൽ പേടിയൊക്കെ കാരണത്താലായിരിക്കും അവർ അത്തരത്തിലുള്ള അവരുടെ ആ ഡിഗ്രി പി ജി ചെയ്യുക എന്നുള്ള സ്വപ്നം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ആളുകളിൽപ്പെട്ടവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം, അതായത് 2025 നവംബർ 17 ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം ഭാഷാ വിഷയങ്ങളല്ലാത്ത മറ്റ് വിഷയങ്ങളൊക്കെ നമ്മുടെ പ്രാദേശിക ഭാഷ കൂടെയായിട്ടുള്ള മലയാളത്തിലും പരീക്ഷകൾക്ക് ഉത്തരം എഴുതാം എന്നുള്ളതായിരുന്നു ഉത്തരവിൻ്റെ പ്രധാന ഉള്ളടക്കം എന്നത്. 2023 UGC രാജ്യത്തെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലേക്കും ഒരു ഉത്തരവ് നൽകുന്നത്. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാദേശിക ഭാഷയിൽ കൂടി പരീക്ഷകൾ എഴുതാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ നമ്മളെ കേരളത്തിൽ പലപ്പോഴായി അത് പ്രാബല്യത്തിൽ വരുത്താത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാ സ്നേഹികളും ഭാഷാ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരൊക്കെ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2025 നവംബർ 17 കേരള ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒരു ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം ഉയർത്തി കാട്ടിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഈ ഒരു ഇംഗ്ലീഷ് ഭാഷാ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലാത്ത വിദ്യാർത്ഥികളാണ് എന്നുള്ള നിലക്ക് തന്നെ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് 2025 നവംബർ 17 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോളേജുകളിലെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെയും പഠന മാധ്യമ ഭാഷ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാള ഭാഷയിലും ഉത്തരങ്ങൾ എഴുതാമെന്നുള്ളതാണ് ഉത്തരവിൽ നിന്ന് പ്രധാനമായിട്ടും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രതിബന്ധമായി കരുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയാകും ഈ ഉത്തരവ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനോടൊപ്പം തന്നെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ കേരളത്തിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ UG PG പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ വിളിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി അതിനുള്ള സമയം മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്.